പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. ശ്രീമതി പാർവതി, നേരത്തെ അഡ്വക്കേറ്റ് ദേവദാസ് ഏറ്റവും അവസാനം പറഞ്ഞു വെച്ച വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഗോവിന്ദച്ചാമിയും പൾസറും ഒക്കെ ഒന്നിച്ചു ചേരുന്ന ഒരു രൂപമായി യഥാർത്ഥത്തിൽ റോബിൻ വടക്കുംചേരി മാറുകയാണ്. ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തേണ്ടതായി വരുന്നുണ്ട്. ഈ കേസിൽ ഒരു പരസ്യമായ പരാതി പോലുമില്ല എന്നത് ശ്രദ്ധേയം. അതുകൊണ്ട് അന്വേഷണ കാലയളവിനുള്ളിൽ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണ സംഘത്തിന് മുന്നോട്ട് കൊണ്ടുപോയില്ല എങ്കിൽ ജാമ്യം നേടുന്ന സാഹചര്യമൊക്കെ വെല്ലുവിളിയായി അന്വേഷണ സംഘത്തിന് മുമ്പിൽ നിൽക്കുന്നു. ഇപ്പോഴത്തെ അന്വേഷണ സംഘം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഈ ആരോപണങ്ങളെ ആകെ അന്വേഷിക്കുന്നതിന് തൃപ്തികരമായി കരുതേണ്ടതുണ്ടോ? വലിയ സ്വാധീനം, വെറും ഒരു വൈദികനല്ല എന്നത് ആവർത്തിക്കട്ടെ, വലിയ സ്വാധീനം സഭയ്ക്കകത്തും പുറത്തും കാലങ്ങൾ കൊണ്ടുണ്ടാക്കി വെച്ച ഒരാൾ പ്രതിയായാൽ, ഇപ്പോൾ നെഹ്റു കോളേജ് കേസിലൊക്കെ നമ്മൾ കണ്ടില്ലേ, ഒരു മാസം പിന്നിട്ടിട്ടും കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല ഒന്നാം പ്രതിയെ. മറ്റു പ്രതികൾ ഒരു നിയമപരമായ തർക്കത്തിനും പോകാഞ്ഞിട്ടും അവരെയും പിടിക്കാനായിട്ടില്ല പോലീസിന്. അപ്പോൾ താൽക്കാലികമായ ഈ അന്വേഷണം ഈ കേസിൽ മതിയാകാതെ വരില്ലേ? അങ്ങേറ്റം പറയുന്നതിന് മുമ്പ് ആദ്യം പറയട്ടെ, ഇത്തവണ അറസ്റ്റ് ചെയ്യാൻ സാധിച്ച ഒരുപക്ഷെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും രക്ഷപ്പെടുമായിരുന്ന ഈ വൈദികനെ അറസ്റ്റ് ചെയ്ത പോലീസിനെ ശ്ലാഘിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു മൂവിനെ, ചൈൽഡ് ലൈനിൻ്റെ ഈ വാക്ക് കേട്ട് ഇത്രയും അധികാരത്തിലുള്ള ഒരാളെ കണ്ടില്ല എന്ന് നടിക്കാതെ അറസ്റ്റ് ചെയ്യാനും പൊതുജനശ്രദ്ധയുടെ മുന്നിൽ പൊതുജന സമക്ഷം ഈ വിഷയം കൊണ്ടുവന്നതിനും അനുമോദിക്കുന്നു. പക്ഷെ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോഴും എല്ലാവരും പറയുന്നത് എന്താണ്? ഉന്നതങ്ങളിൽ ബന്ധം. ആരാണ് ഈ ഉന്നതൻ? ഞാൻ ചോദിക്കുന്നത്, നമ്മളുടെ ചീഫ് മിനിസ്റ്റേഴ്സ് അടക്കം മന്ത്രിമാരടക്കം ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ചർച്ച ചെയ്യും. പിന്നെയും മുകളിലുള്ള ഈ ഉന്നതൻ ആരാണ്? അവർക്ക് അവരെ ഈ പറയുന്ന ക്രിമിനലുകളെ സുരക്ഷിതത്വം കൊടുക്കാൻ എങ്ങനെ കഴിയുന്നു? ഏറ്റവും വലിയ ഉന്നതന്മാർ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സുരക്ഷ ഇവർക്ക് കിട്ടുന്നത് സാധാരണ മനുഷ്യരുടെ വിശ്വാസത്തിലും അവരുടെ മിണ്ടാതിരിക്കലിലും നിന്നാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനെയും ആയുസ്സിനും അവരുടെ ആത്മാവിൻ്റെ അവരുടെ എല്ലാ നിലയ്ക്കുള്ള അവരുടെ ആത്മാവിനെ കീറി മുറിച്ച് ഈ അക്രമികൾ കാണിക്കുന്ന ഈ ക്രിമിനൽ കടന്നുകയറ്റങ്ങൾക്കും മേലെയാണോ ഇവരുടെയൊക്കെ നല്ല പേര്, സൽപ്പേര്? ഒരു സഭയ്ക്കെന്നല്ല, ഒരു ആശ്രമത്തിനെന്നല്ല, ഒരു മദ്രസയ്ക്കെന്നല്ല, ഒരു BJP അല്ല, CPI അല്ല, CPM അല്ല, കോൺഗ്രസ് അല്ല, സകലമാന രാഷ്ട്രീയ സംഘടനകളെയും ഞാൻ നിരത്തി നിർത്തുകയാണെങ്കിൽ ഇവരുടെ എല്ലാം ഇടങ്ങളിൽ ഈ തരത്തിലുള്ള ക്രിമിനലുകൾ കടന്നു കയറും. അവരൊരുപക്ഷെ ഭയങ്കര മിടുക്കനായിരിക്കും, കാര്യങ്ങൾ ചെയ്യാൻ സമർത്ഥനായിരിക്കും, ഓർഗനൈസ് ചെയ്യാൻ സമർത്ഥനായിരിക്കും, കഴിവുള്ളവനായിരിക്കും, പണം ഉണ്ടാക്കാൻ കഴിവുള്ളവരായിരിക്കും. പക്ഷേ ഇവരുടെ എല്ലാം മനസ്സിൽ ഏതെങ്കിലും നിലയ്ക്ക് ഒരു 16 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ താഴെ ഒരു കള്ളക്കണ്ണുണ്ടെങ്കിൽ അവരെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുകയും ഇവൻ സമൂഹത്തിന് നിരക്കാത്തവരാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ സമൂഹം ജീർണതയിലേക്ക് ഒരു നുണ മാത്രമുള്ള ഒരു സമൂഹമായി അധപതിക്കും. അത് സാധിക്കണോ? സത്യക്രിസ്ത്യാനി എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്ത് സത്യമാണ് ഇങ്ങനെ ചെയ്യുന്നതിലുള്ളത്? ആരാണ് ഈ ഉന്നതൻ? അല്ലെങ്കിൽ ഉന്നതനായിട്ടുള്ളവരുമായുള്ള ബന്ധം? ആരാണ് ഈ ഉന്നതർ? എന്തിനാണ് ഇവർക്ക് കുട പിടിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിനേക്കാളും, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് കടത്തി അയക്കുന്നതിനേക്കാളും, നമ്മുടെ കുഞ്ഞുങ്ങൾ വിഷമിക്കുന്നതിനേക്കാളും ജോർജ്, അതായത് നമ്മൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ, ശ്രീ M സ്വരാജ് ടെലിഫോൺ ലൈനിലുണ്ട്, ഞാൻ വരും മുമ്പ് സ്വരാജ് ഒന്ന് ലൈനിൽ തുടരുക. ഒരു ചെറിയ വിശദീകരണം ശ്രീ PC ജോർജ്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ഉന്നയിക്കുന്നതാണ് ഉന്നതൻ, പ്രമുഖൻ. ഇത് യഥാർത്ഥത്തിൽ അതൊരു തരത്തിൽ അവർക്ക് നൽകുന്ന വലിയൊരു തണലുകൂടിയാണ്. തുറന്നു പറയാൻ കഴിയുന്ന കാര്യങ്ങൾ തുറന്നു തന്നെ പറയണം എന്ന ഒരു അവസ്ഥയിലല്ലേ യഥാർത്ഥത്തിൽ നിൽക്കുന്നത് ഉന്നതൻ? ഒരു തണലും കൊടുക്കണ്ട, ഒരു ഉന്നതനും നോക്കണ്ട. ഈ റൂബൻ എന്ന് പറയുന്ന വ്യക്തി വ്യഭിചാരിയും അതുപോലെ തന്നെ പെൺപിടിയനുമാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അയാൾ കഴിഞ്ഞ 10-15 വർഷമായി നടത്തിയ വ്യഭിചാര കഥകൾ മുഴുവൻ പുറത്തു കൊണ്ടുവന്നേ മതിയാവും. ഇപ്പോഴത്തെ പോലീസ് അന്വേഷിച്ചാൽ മതിയെന്ന് ചോദിച്ചാൽ ഇയാളെ ഓടിച്ചിട്ട് പിടിച്ച പോലീസ് എന്നതിൽ അവരെ അഭിനന്ദനം അറിയിക്കുന്നു. ആ കാര്യം പാർവതി പറഞ്ഞുകൊണ്ട് ഞാനും ചോദിക്കുക. ഈയുടെ ഉന്നതൻ എന്ന് പറഞ്ഞാൽ ഇയാളെ നമ്മുടെ മാനന്തവാടി പിതാവ് ഇയാളെ എന്തിനു വെച്ചോണ്ട് ഇതുപോലെ ഉന്നത സ്ഥാനത്ത്? അപ്പോൾ പിതാവ് അറിഞ്ഞുകൊണ്ടാണോ? ഇത് അന്വേഷിക്കണം. അതുപോലെ കാഞ്ഞിരപ്പള്ളി പിതാവ് അറിഞ്ഞുകൊണ്ടാണോ ഇയാളെ വെച്ചിരുന്നത്? കാഞ്ഞിരപ്പള്ളി പിതാവിന് ഞാൻ ഇയാൾ ഗുണമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ ശരിപ്പെടുത്താൻ നോക്കുക. അപ്പോൾ അത് കത്തോലിക്ക സഭയുടെ ഒരു സ്വഭാവമല്ലല്ലോ. അത്
യേശു ക്രിസ്തുവിന് ഇഷ്ടപ്പെട്ട കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായും ജയിച്ചത്. ശ്രീമതി അത് പാർവതി, വേറെ ഏതായാലും ഉന്നതൻ എന്ന് യേശുവിനെ പറഞ്ഞ് കിട്ടുകയില്ല. യേശുവിനെ പതിവുപോലെ കിട്ടുന്ന ഒഴുക്കൻ മട്ടിൽ ശരിയല്ല. പോകാതെ രണ്ട് പ്രധാനപ്പെട്ട ഉന്നതരെ കുറിച്ചാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം, അല്ലെങ്കിൽ ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കൽ, അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള ഷെയ്ഡി ക്യാരക്ടേഴ്സിനെ, കുറ്റവാളികളെ സംരക്ഷിച്ച സഭയുടെ ഉന്നതങ്ങളിലെ പിതാക്കന്മാരെ കുറിച്ചാണ് പേരെടുത്ത് മാനന്തവാടി, കാഞ്ഞിരപ്പള്ളി എന്ന മട്ടിൽ PC ജോർജ് ഇപ്പോൾ വിമർശനം ഉന്നയിച്ചത്. അതും പരിഗണിക്കേണ്ടവർ. ശ്രീ എം സ്വരാജ്, ഇത് ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു പ്രശ്നമായി കാണാവുന്നതല്ല. റോബിൻ വടക്കുംചേരി വളരെ ആസൂത്രിതമായി കഴിഞ്ഞ കാലങ്ങളായി നടപ്പാക്കി പോകുന്ന അയാളുടെ ഒരു രീതിയുണ്ട്. അത് ഇവിടെ പിടിക്കപ്പെട്ടു എന്ന നിലയിൽ മാത്രമേ കാണാനാകൂ. അയാളെ രാജ്യം വിടാതെ പിടിക്കപ്പെട്ടത് സ്വാഗതാർഹമാകുമ്പോഴും വലിയ സ്വാധീനമുള്ള വ്യക്തി, സഭയ്ക്കകത്ത് എത്രയോ വർഷമായി വലിയ സ്വാധീനമുള്ള വലിയ പദവികൾ വഹിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അയാൾ ഉൾപ്പെട്ട ഒരു കേസിൽ വളരെ ഗൗരവതരമായ ഉന്നതതല അന്വേഷണം തന്നെ ഉണ്ടാവണ്ടേ? പഴുതുകൾ അടച്ച്, പ്രത്യേകിച്ച് ഇന്ന് യുവജന മഹിളാ സംഘടനകളൊക്കെ അവിടേക്ക് മാർച്ചുമായി വന്നിരുന്നു കൊട്ടിയൂരിൽ. എം സ്വരാജ്, നിലവിൽ എം സ്വരാജ് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇവിടെ ശ്രീ ചെറിയാൻ ഫിലിപ്പ്, അടുത്തൊരു ഘട്ടം എപ്പോഴും അതാണ്. ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് സോളാർ കേസിൽ വളരെ അപ്രതീക്ഷിതമായ ഒരു ഘട്ടത്തിലാണ് സരിതാ നായർ പിടിക്കപ്പെട്ടത്. അതിനുശേഷം ഉണ്ടായതൊക്കെ കണ്ടതല്ലേ. അപ്പോൾ മുമ്പ് പറഞ്ഞ പാർവതി സൂചിപ്പിച്ച ഉന്നതർ എന്ന് പറയുന്ന ആക്ഷേപം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് പല കേസുകളെയും ദുർബലപ്പെടുത്തുന്നതും നല്ല ബോധ്യം നമ്മുടെ മുമ്പിലുള്ളതാണ്. ഇവിടെയും അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു ജാഗ്രതയോടെയുള്ള അന്വേഷണം സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ലേ? അതായത് ഈ പറയുന്ന റോബിൻ അച്ഛൻ്റെ തേർവാഴ്ചയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് കത്തോലിക്ക സഭയിലെ ചില പിതാക്കന്മാർ സ്വീകരിച്ചു എന്നാണ് PC ജോർജ് പറയുന്നത്. അദ്ദേഹം പറയുന്നതോട് ഞാൻ എതിർക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിനനുസരിച്ച് പറയുന്ന കാര്യങ്ങളാകാം. ഞാൻ ഒന്ന് ശ്രീ ചെറിയ ഫിലിപ്പ്, യാത്രക്കിടയിൽ ശ്രീ എം സ്വരാജ് നമ്മൾക്കൊപ്പം വീണ്ടും ചേരുന്നുണ്ട്. സ്വരാജ്, താങ്കളുടെ ഒരു പ്രതികരണം. കാരണം ഇതിൽ ഉന്നതതല അന്വേഷണം തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. വളരെ സ്വാധീനമുള്ള ആളാണ് പ്രതി, അത് തർക്കമില്ലാത്തതും പല നിലയ്ക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ് കേരളത്തിന്. സ്വരാജ്. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ക്ഷമിക്കുക, താങ്കൾക്ക് തുടരാം. അദ്ദേഹം നിലവിൽ ടെലിഫോൺ ലൈനിലില്ല. അതായത് ഈ സഭയിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു മേധാവിത്വം, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് പലരും സ്വീകരിച്ചിരുന്നു, സത്യമാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ചെയ്തികൾ, ഇദ്ദേഹത്തിൻ്റെ ഈ ഹീനമായ പ്രവൃത്തികൾ ഈ ബിഷപ്പ്മാർ അറിഞ്ഞിരുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. എങ്കിൽ പോലും ഇപ്പോൾ ഈ പറയുന്ന റോബിൻ അച്ഛനെ പിടിക്കാനിടയായ സാഹചര്യം എന്താണ്? ഇവിടെ പൾസർ സൂര്യയെ പിടിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നടിയെ ആക്രമിച്ചതിൻ്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളും ഇതിൽ പരാതിയില്ല. സാമൂഹ്യ മാധ്യമങ്ങളും ഈ നാട്ടിലുള്ള മുഴുവൻ പ്രമുഖങ്ങളായ ചാനലുകളും എല്ലാം ചർച്ച ചെയ്ത ശേഷം ഏറ്റവും ഒടുവിൽ ആണ് അതിന് ഒരാഴ്ചത്തെ ദിവസം വേണ്ടി വന്നു. ഇവിടെ പരാതി ഇല്ലാതെ തന്നെ ഗവൺമെൻറ് തന്നെ കാനഡയിലേക്ക് കടക്കുമായിരുന്ന ഒരാളെ പിടിച്ച് കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ പ്രധാനമായും പ്രശംസ അറിയിക്കുന്ന പോലീസ് തന്നെയാണ്. പരാതി കൊടുക്കേണ്ട അത് നൽകുന്നതിന് ഒരു പിശുക്കും കാട്ടേണ്ടതില്ല. നേരത്തെ ശ്രീമതി ചർച്ചയുടെ ഭാഗമായി അത് അവതരിപ്പിച്ചു, നമ്മൾ ഉൾക്കൊള്ളുന്നു, പ്രധാനമാണ്. പക്ഷേ ശ്രീ ചെറിയാൻ ഫിലിപ്പ്, പക്ഷേ അവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ. അതിനുശേഷമാണ് പല നിലകളിലും കേസുകൾ അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത്. അട്ടിമറിക്കപ്പെട്ടിട്ടില്ല. ഈ സംബന്ധിച്ചാണെങ്കിൽ ഈ കേസിലല്ല ഞാൻ പറഞ്ഞത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം ശരിയായ ദിശയിലാക്കിയാണ് പോകുന്നത്. മാത്രമല്ല ക്രിസ്തുരാജ് ആശുപത്രിയെ സംബന്ധിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളുണ്ട്. റോബിൻ വടക്കുംചേരിക്കൊപ്പം ഒരു നിമിഷം, റോബിൻ വടക്കുംചേരിക്കൊപ്പം ഒരുപാട് പ്രമുഖർ ഇപ്പോൾ ഈ ചർച്ചയിൽ ഉയർന്നു വന്നതുപോലെ തന്നെ PC ജോർജ് പറഞ്ഞതുപോലെ ആ ഉന്നതരാരാണ് എന്ന് സമൂഹത്തോട് തുറന്നു പറയാൻ ബാധ്യതപ്പെട്ടവർ തയ്യാറാകണമെന്ന് ശ്രീമതി പാർവതി പറഞ്ഞതുപോലെ പോലീസ് ജാഗ്രതയോടെ പോകുമെന്ന് പറഞ്ഞതുപോലെ തന്നെ അത്തരം ഉന്നതരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരങ്ങളുണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ആ നിലയ്ക്ക് അറസ്റ്റ് ഉണ്ടാകും എന്നും പറയപ്പെടുന്നു. അത്തരം വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഫാദർ പോൾ തേലക്കാട്ട്, ഈ അന്വേഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം താങ്കളെ ഓർമ്മിക്കാം. ഫാദർ ആരോഗ്യരാജ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാലക്കാട് വാളയാർ പള്ളിയിൽ വെച്ച് 17-കാരി ഫാത്തിമ സോഫിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. ഈ പ്രതി സഭാ കോടതിയിൽ കുറ്റം സമ്മതിച്ചതാണ്. എന്നിട്ടും ആ വിവരം പോലീസിനെ അറിയിച്ചിരുന്നില്ല, അന്വേഷണത്തെ അറിയിച്ചിരുന്നില്ല എന്ന വിവരം നിലനിൽക്കുന്നു. ഞാൻ സൂചിപ്പിച്ചത് വേറൊന്നും കൊണ്ടല്ല, ഈ കേസിൽ പലരും സംശയിക്കുന്ന ഉന്നതരുടെ മാനന്തവാടി പിതാവിനെ PC ജോർജ് സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി ഈ സൗകര്യങ്ങളും ഒത്താശയും ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ കാഞ്ഞിരപ്പള്ളി പിതാവ്, സഭയാകട്ടെ ഒരു വൈദികൻ്റെ കാര്യത്തിലും ഒന്നും വിട്ടുപറയാൻ തയ്യാറാകുന്നില്ല. അവരും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഈ ചർച്ചയിൽ പോലും നിർഭാഗ്യവശാൽ താങ്കളും ഒരു നിലപാട് സ്വീകരിച്ചത്. ഇതാണ് ഒരു പ്രതിയുടെ കാര്യത്തിൽ സഭ ചെയ്തത് എന്ന വിവരം നിൽക്കെ, സിസ്റ്റർ അഭയ കേസിലെ പ്രതികൾക്കൊപ്പമാണ് സഭ എന്ന് നിൽക്കെ, ഇതിലും അത് ആവർത്തിക്കുക തന്നെ ചെയ്യും.
സഭ ഒരു തരത്തിലും പൊതുസമൂഹത്തിൻ്റെ ജാഗ്രതയ്ക്കൊപ്പം ഉണ്ടാകാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല? പാർവതി ഇവിടെ പറഞ്ഞ കാര്യം ഗൗരവമാണ്. ഉന്നതർ മുകളിലുണ്ട് എന്ന് പറയുന്നതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഈ രണ്ട് മെത്രാന്മാർ അല്ലെങ്കിൽ മാനന്തവാടിയിലെ ബിഷപ്പ് ഇത് അറിഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ കുറ്റകരമാണ്. ഇവിടെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം, വൈദികനായ പട്ടം കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം 10 കൊല്ലത്തെ പരിശീലനത്തിനും സൂക്ഷ്മമായ നിരീക്ഷണത്തിന് ശേഷമാണ് ഒരാൾക്ക് വൈദിക പട്ടം കൊടുക്കുന്നത്. അതിനുശേഷവും നിരന്തരമായ ജാഗ്രതയോടുള്ള തുടർ പരിശീലനങ്ങളുമുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നുണ്ടോ, ആ മനസാക്ഷിയെ അത് ദൈവികമായ വിശുദ്ധമായ ചിന്തയോടുകൂടി വ്യാപരിക്കുന്നുണ്ടോ എന്നുറപ്പ് വരുത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം അത് സ്ഥലത്തെ മെത്രാൻ തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ഈ മനസാക്ഷി വഞ്ചിച്ചുകൊണ്ട് ഒരാൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് തിരിച്ചറിയാൻ തന്നെ കുറേ കാലമെടുക്കും, ചില അബദ്ധങ്ങളിലേക്ക് ചെന്നുപെടാം എന്നുള്ള ഗൗരവമായ പ്രതിസന്ധിയുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വരുന്ന അധികാരികളുടെ മനോവേദന ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. അതിൽ വന്നുപോയി വീഴ്ചകളുണ്ടാകാം. അതല്ലാതെ ഉത്തരവാദിത്വ ബോധമുള്ള ആരും തന്നെ ഇങ്ങനെയുള്ള കുറ്റവാളികളെ ആ സ്ഥാനങ്ങളിൽ ഇരുത്തുന്നത് പൊതുവിശദീകരണം ഫാദർ പോൾ തേലക്കാട്ട് നടത്തുന്ന ഈ പൊതുവിശദീകരണം റോബിൻ വടക്കുംചേരിയുടെ കാര്യത്തിൽ താങ്കൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ ശ്രീ പി സി ജോർജ്? ഞാൻ റോബിൻ എന്ന് പറയുന്ന ഈ വൈദികൻ എന്ന് ഞാൻ പറയല. അയാളെ 10 കൊല്ലമായിട്ട് റാസ്കൽ എന്നാണ് ഞാൻ പറയും. ഇപ്പോഴും റാസ്കൽ എന്ന് പറയുന്നു. അവൻ പെണ്ണുപിടിയനാണ്, വൃത്തികെട്ടവനാണ്. അവന് വേണ്ടി ഇനി അച്ഛന്മാർ സംസാരിച്ച അച്ഛന്മാരെ പറ്റി അത് പറയേണ്ടി വരും. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപത പിതാവിനെ പറ്റി പറഞ്ഞല്ലോ. ഞാൻ അവിടെ കൊച്ചു പിതാവുണ്ട്, പുളിക്കപ്പിതാവ്, അവിടുത്തെ വികാരി ജനറൽമാരുണ്ട്, അവിടുത്തെ ഇടവ വികാരിമാരുണ്ട്. ഒരച്ഛനെ പറ്റി ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. മാന്യമായ വൈദികരാണ് കാഞ്ഞിരപ്പള്ളി രൂപതയിലുള്ളതിലെ 90% വൈദികർ. എനിക്ക് ബോധ്യമുണ്ട്, സത്യം പറയണ്ടേ. പക്ഷേ ഇതുപോലുള്ള കള്ളന്മാരും ഉണ്ട്. അവനൊക്കെ വഴിയെ വിടാതെ നടപടി സ്വീകരിക്കണമെന്ന്. പക്ഷേ അതിനൊരു നിസ്സഹായതയാണ്. പോളച്ചൻ പാവം ശുദ്ധനാണ്. ഫാദർ പോൾ തേലക്കാട്ട് ആ പറഞ്ഞതിന്റെ ഉള്ളിലേക്കൊന്ന് കടക്കൂ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കണ്ടെത്തുക നിസ്സഹായമാണ് സഭ. അങ്ങനെ കണ്ടെത്താനാകില്ല. ഇത്തരം ആളുകളുടെ പ്രവർത്തികൾ കണ്ടെത്തുക എന്നത് ഒരു നിസ്സഹായ അവസ്ഥ സഭയ്ക്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ പിന്നെ നമ്മൾക്കൊന്നും പറയാനില്ല. ഇതൊക്കെ നടക്കട്ടെ എന്ന് വിചാരിക്കാനേ പറ്റൂ. വിശ്വാസികളും ഇടവകാംഗങ്ങളും ഈ വൈദികരുടെ പീഡനങ്ങൾക്ക് വിധേയരാകട്ടെ എന്നും പറയേണ്ടി വരും. അങ്ങനെയുള്ള വിപത്തുകളിലേക്കും ചിലപ്പോൾ കാലതാമസം കൊണ്ട് വന്ന് പെടാമെന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. പി സി ജോർജ്, അതായത് മറ്റ് ക്രൈസ്തവ സഭകളും കത്തോലിക്ക സഭയും തമ്മിലുള്ള വ്യത്യാസം, ഒരു ഇടവക വികാരി ഉണ്ടെങ്കിൽ കത്തോലിക്ക സഭയാണെങ്കിൽ അച്ഛൻ ആ പള്ളിയും പൂട്ടിക്കൊണ്ട് പോകാൻ തീർന്നു. ക്രിസ്ത്യൻ കത്തോലിക്ക ഹൈറാർക്കി അതാ. മറ്റ് CSIയോ ജാക്കബറ്റ്സോ ഓർത്തഡോക്സോ പെൻറ്റിക്കോസ്റ്റോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഉപദേശിക്കോ വൈദികനോ ഒരു വിലയുണ്ട്. പള്ളി പൂട്ടാൻ പറ്റില്ല. പള്ളി ഇടവകക്കാരുടേതാണ്. കത്തോലിക്ക സഭയെ മാത്രം പള്ളിയും സ്വത്തുക്കളും മുഴുവൻ ബിഷപ്പിൻ്റെതാണ്. ബിഷപ്പ് നിയോഗിക്കുന്ന വികാരിയാണ് സഭ തീരുമാനിക്കുന്നത്. പള്ളി കമ്മിറ്റി ഉണ്ടാവും. ആ പള്ളി കമ്മിറ്റി ഉണ്ടെങ്കിലും ആ കമ്മിറ്റി മുഴുവൻ പറഞ്ഞാലും അതിനെ വീറ്റോ ചെയ്യാനുള്ള അധികാരം വികാരിക്കുണ്ട്. അത് കത്തോലിക്ക സഭ അംഗീകരിക്കുന്നുണ്ട്. അതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കത്തോലിക്ക സഭ ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, കെട്ടുറപ്പോടെ പോകുന്നു. ആ നിയമം ഉള്ളത് കൊണ്ടാണ്. മറ്റ് സഭകളുമായി വ്യത്യസ്തമായ ഈ അധികാരമുണ്ട്. ആ അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന ഇതുപോലുള്ള റാസ്കൽസും അതാണ് പ്രശ്നം. തീർച്ചയായും അത് തന്നെയാണ് കൊട്ടിയൂരിൽ സംഭവിച്ചത്. അത് മാധ്യമങ്ങളോട് തുറന്നു പറയാൻ പരാതിക്കാർ പോലും തയ്യാറാകുന്നില്ല. ഒരു പരാതി കൊടുക്കാൻ ആളുണ്ടാവുന്നില്ല. വലിയ പ്രതിഷേധം ഉയരുമ്പോഴും ആ ഇടവകയിൽ മാത്രം ഇതൊന്നും അറിഞ്ഞ മട്ടില്ലാത്ത വിധം ആളുകൾ ബുദ്ധിമുട്ടി വീർപ്പടക്കി കഴിയേണ്ട അവസ്ഥയിൽ. അഡ്വക്കേറ്റ് ദേവദാസ്, ഒരു കാര്യം കൂടി അവസാനം, ഈ അന്വേഷണത്തെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു വന്നത്. ഈ ആദ്യഘട്ടം വിജയകരമായി പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എങ്കിൽ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിപുലമായ തലത്തിലേക്ക് ഒരു അന്വേഷണം പോകേണ്ട നിലയിൽ ചാർജുകൾ രൂപപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം സ്വാഭാവികമായും വിപുലപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് മറ്റ് സ്ത്രീ പീഡന കേസുകളിലേതുപോലെ തന്നെയുള്ളൊരു അന്വേഷണം ആവശ്യപ്പെടുന്നില്ലേ ഈ സാഹചര്യവും?
ശരത്തെ ഇതിൽ മുട്ട് വറക്കും എന്താ പറയുക, അടുത്ത നിലയിൽ വെറും ഒരു ബലാത്സംഗ കേസായിട്ട് ഫാദറെ കൊടുക്കാനേ നോക്കുള്ളൂ. ഫാദർ അത് വക്കീലിനെല്ലാം വെച്ചിട്ട് ഗോവിന്ദച്ചാമിയെല്ലാം ഇറങ്ങിയ പോലെ തന്നെ ഇറങ്ങും. അതൊന്ന്. ഇത് സെക്സ് റാക്കറ്റ് ഉണ്ടാവുമോ എന്ന് നോക്കണം. ഈ കനഡയിലേക്ക് അയച്ചത് സെക്സ് റാക്കറ്റ് ആണോ, ചൈൽഡ് റാക്കറ്റ് ആണോ, ഇവർ നൺസിന് വേണ്ടിയിട്ട് ഇവർ റിക്രൂട്ടർ ആണോ? ഇയാളൊരു ടോപ്പ് റിക്രൂട്ടർ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇവിടെ നിൽക്കില്ല. സെൻട്രൽ ഏജൻസി അന്വേഷിക്കണം. ഫോറിൻ എക്സ്റ്റേണൽ ഏജൻസി ഉടനടി ആ 600 ആൾ പോയത് എന്ത് ചെയ്യുന്നെന്ന് അന്വേഷിക്കണം. അത് സെക്സ് റാക്കറ്റിന് കൊടുത്തോ, അല്ലെങ്കിൽ ഇയാൾ വെടക്കാക്കി തനിക്കാക്കിയിട്ട് അവസാനം സെക്സ് റാക്കറ്റ്സിനാണോ കൊടുക്കുന്നത് എന്ന് നോക്കണം. പോലീസ് മുട്ടുപറക്കും. എന്താ പറയുക, പൾസർ സുനീൻ്റെ കേസിൽ അതാണ് കാണുന്നത്. അതുകൊണ്ട് മുൻ കേസ് അഭയ കേസ് അതാണ് കാണുന്നത്. വർഗാസ് എല്ലാ സെമിനാർ 4000 crores ആണ് കഴിഞ്ഞ തവണ വത്തിക്കാൻ കോമ്പൻസേഷൻ കൊടുത്തത്. സെക്സ് എന്തിനാണെന്നറിയാം, പിഡോഫൈൽസും മറ്റേ ചെറിയ കുട്ടികളെ സെക്സ് ചെയ്തതും, ഈ കർദിനാൾസ് മുതൽ താഴെക്കടയുള്ള ഹെറാർക്കി. അതുകൊണ്ട് കേരളത്തിലുള്ള ദാരിദ്ര്യ മേഖലയിലുള്ള ഇടവക മുഴുവൻ ഈ ഡയോസിസ് നോക്കണം. ഇത് ഡയോസിസിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന എന്താ പറയുക, നല്ല ഫാദർമാരുണ്ടാവും. ഇയാൾ ടോപ്പ് റിക്രൂട്ടറാണ്, ഇയാൾ ടോപ്പ് ഫണ്ടറാണ്, ഇയാളെതിരെ ഒന്നും ചെയ്യില്ല. അത് പോലീസിനും നിലപാട് മാറ്റേണ്ടി വരും. പോലീസ് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാനാ ബന്ധം. ഇയാളൊരു ടോപ്പ് സെക്സ് റാക്കറ്ററോ അഥവാ ഒരു ടോപ്പ് റിക്രൂട്ടറോ ആണ്. അത് നൺസിന് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്നതാണോ എന്ന് പോലും തോന്നുന്നു. എന്താ പറയുക, +2 ഉള്ള കുട്ടികളെയാണ് ഇയാൾ നശിപ്പിച്ചിട്ട് പിന്നെ അയക്കുന്നതാണോ, അല്ലെങ്കിൽ ഇയാൾ എങ്ങനെയാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞ കുട്ടിക്ക് എന്ത് ജോലിയാണ് കാനഡയിൽ കിട്ടുക? ഒരു പ്രൊഫഷണൽ ജോബ് ഇല്ലാണ്ട് അതെങ്ങനെയാണ് ഇത്ര വളരെ ഗൗരവമായ ഒരു അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചാണ് അഡ്വക്കേറ്റ് ദേവദാസ് സൂചിപ്പിച്ചത്. ശ്രീമതി പാർവതി, ഇത് ഏതാണ്ട് കത്തോലിക്ക സഭ മാത്രം അവിടെ മാത്രം സംഭവിക്കുന്ന മതപരമായ മേഖലയിലെ ഒരു പ്രശ്നമായി മാത്രം ചുരുക്കേണ്ടതുമില്ല. മതപരമായ അധികാരത്തെ ദുരുപയോഗിക്കുക, വൈദിക വേഷത്തിൻ്റെ അധികാരത്തെ ഉപയോഗിക്കുക, മാർപ്പാപ്പ പറഞ്ഞ പോലെ ആർത്തി പൂണ്ട അവസ്ഥയിൽ ഈ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുക എന്ന അവസ്ഥയാണ് ഇവിടെയെങ്കിൽ, ഇത് തന്നെയല്ലേ മറ്റു മതങ്ങളിലും വളരെ നല്ല നിലയ്ക്ക് വലിയ നിലയ്ക്ക് ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ആശാറാം ബാപ്പു എന്ന ദിവ്യൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തത്? അതുപോലെ തന്നെ മുസ്ലിം മേഖലകളിലേക്ക് വന്നാൽ മാധ്യമപ്രവർത്തക VP റജീന തന്നെ മദ്രസ പഠനകാലത്തെ ദുരനുഭവത്തെക്കുറിച്ച് എഴുതിയതുണ്ടാക്കിയ പൊല്ലാപ്പുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഫറൂഖ് കോളേജിൻ്റെ പ്രശ്നത്തിൻ്റെ കാലം ഞാൻ ചില സാഹചര്യങ്ങൾ. അപ്പോൾ മതത്തെ ഈ വിധത്തിൽ ദുരുപയോഗിക്കുന്ന മാനിപ്പുലേറ്റേഴ്സ് അതെല്ലാ കാലത്തും അപകടകരമായ ജീവികളായി നമ്മുടെ സമൂഹത്തിൽ വിലസുക തന്നെയാണ്. 100%. ഇതാണ് ഇപ്പോൾ ശരത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് വിശ്വാസികൾക്ക് മാത്രമാണ്. എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈശ്വരനെ ഈ പറയുന്ന മതപണ്ഡിതന്മാരും അല്ലെങ്കിൽ ആ സമയത്ത് ദൈവമൊഴി പറയുന്നവരുമായി ഇക്വേറ്റ് ചെയ്യാതെ ഈശ്വരനെ സത്യമായി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. തെറ്റായിട്ട് വേദപുസ്തകങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ പറയുന്ന ദൈവമൊഴികൾ പറയുന്നവർ. ഈശ്വരന്മാരല്ല, ദൈവമല്ല, അവർ സത്യം മാത്രമാണ്. ഇത് തിരിച്ചറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന് നേർവഴി വരാം. അവിടെ ഒരു തരത്തിലും കള്ളത്തരങ്ങളെ അപ്പോൾ ആശ്രയിക്കില്ല. ദേവദാസ് സാർ പറഞ്ഞതിനെ 100% ഞാൻ പിന്താങ്ങിക്കൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. നാളെ മുതൽ നമ്മുടെ നാട്ടിൽ ചൈൽഡ് ലൈൻ ഇനി വേണ്ടതില്ല എന്നൊരു തീരുമാനം വന്നാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇപ്പോൾ ശത്രുപക്ഷത്ത് നിർത്തുന്നത് ചൈൽഡ് ലൈനെ ആയിരിക്കാം. ചൈൽഡ് ലൈൻ വഴിയാണല്ലോ ഇത് പുറത്തു വന്നത്. കുട്ടികൾക്ക് ഇത് പറയാനൊരു വഴിയോ അത് ആവശ്യമില്ല എന്ന് പോലും തീരുമാനമെടുക്കും. ഞാൻ ഒരാളെ കുറിച്ച് പറയുകയല്ല, കാരണം പലരും ഭയക്കാൻ തുടങ്ങും. കാരണം ഇവരൊക്കെ ചെയ്തിട്ട് പണം കൊടുത്തും സ്വാധീനം ഉപയോഗിച്ചും ഭയപ്പെടുത്തിയും ഈ പറയുന്ന പൾസർ സുനിമാരെ കൊണ്ടും ഒതുക്കിയും മിണ്ടാതാക്കിയും ഓഫ് കോഴ്സ് സെറ്റിൽമെൻറ്റ് നടത്തിയും മിണ്ടാതിരിക്കുന്നവരെ ഒരു ചൈൽഡ് ലൈൻ വഴി പുറത്തറിയുമെന്ന് വന്നാൽ നാളെ ചൈൽഡ് ലൈനിനെ വരെ ഇല്ലാതെ ആക്കുമെന്നൊരു പടിയും കൂടെ കടന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അത്രയധികം അക്രമങ്ങളാണ്. ഒരു ദിവസം 4 കുട്ടികളെന്ന് കണക്ക് സൂചിപ്പിക്കുമ്പോൾ ഞാൻ അതിന് 20 കുട്ടികളെ എങ്കിലും ഉപദ്രവിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. 2013 മുതൽ 15 വരെ ഏതാണ്ട് 3 വർഷക്കാലത്തിനിടയ്ക്ക് 4000 പേരെ കുട്ടികളെ ആക്രമിച്ചു എന്ന് കണക്കുള്ളപ്പോൾ ഏതാണ്ട് 57 പേര് മാത്രമാണ് കൺവിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഈ കണക്കിനെ വിശ്വസിക്കുന്നേ ഇല്ല. ഒരു 16,000 20,000 പേരെങ്കിലും ഗൗരവമായി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു 16 വയസ്സുകാരി 9 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ചപ്പോൾ അവരുടെ വീട്ടുകാരറിഞ്ഞിട്ട് പറയാൻ ധൈര്യപ്പെട്ടില്ല. അങ്ങനെ ഒരു നിലയ്ക്ക് ഒരു ദാരിദ്ര്യ മേഖലയിൽ താഴെയുള്ളവരെ മാത്രമല്ല മതത്തിൻ്റെ ഭീതിതമായ അവസ്ഥയിലാണ്. മതം രാഷ്ട്രീയം എല്ലാം കൂടെ കലർന്നിട്ട് ഇവരുടെ അടുത്തൊന്നും നമുക്ക് ഏറ്റുമുട്ടാൻ പറ്റത്തില്ല. പാറമേൽ പോയി ഇടിക്കുന്നത് പോലെ ചെതറിപ്പോവും സാധാരണ മനുഷ്യരുടെ സിസ്റ്റവുമായിട്ട് ഏറ്റുമുട്ടാൻ പോയാൽ.
ആ സിസ്റ്റത്തിന്റെ ശക്തി എന്ന് പറയുന്ന അത്ര ഭീകരമാണ്. ഈ നാട്ടുകടത്തിക്കളയും, ഈ ഒരു ശക്തന്മാരുടെയും എതിരെ പേര് പറയാൻ പാടില്ല. നമ്മളൊക്കെ മിണ്ടാതെ ഇരിക്കണം, കിട്ടുന്നത് വെച്ച് നമുക്ക് ഇത്രയെങ്കിലും ജീവിക്കാൻ അനുവദിക്കുന്നുണ്ടല്ലോ എന്ന് മാത്രം. ഇതിനകത്ത് ഞാൻ പറയാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എല്ലാ എക്സ്ട്രീമിസ്റ്റ് സംഘടനകൾക്കും ആക്രമിക്കാനായി 18 മുതൽ 25 വയസ്സ് വരെ കൂടെയുണ്ട്. എല്ലാവർക്കും, എല്ലാ മതവിഭാഗങ്ങൾക്കും. കൈവെട്ടാനാണെങ്കിൽ കൈവെട്ടാൻ, തലവെട്ടാനാണെങ്കിൽ തലവെട്ടാൻ, പെണ്ണിനെ മുട്ടയടിക്കാനാണെങ്കിൽ മുട്ടയടിക്കാൻ, നാട് കടത്താനാണെങ്കിൽ നാട് കടത്താൻ. എവിടുന്നാണ് ഈ 18 മുതൽ 25 വയസ്സ് വരെയുള്ള മറ്റൊന്നും ചിന്തിക്കാതെ ബുദ്ധി വളരാത്ത ഈ ആക്രമിക്കാനും രക്ഷിക്കാനും, മതത്തെയും രാഷ്ട്രീയത്തെയും രക്ഷിക്കാനായിട്ട് കുറേ ആൾക്കാർ ഇറങ്ങി പുറപ്പെടുന്നത്? അപ്പോൾ ഈ പറയുന്ന ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു തരം ബ്രെയിൻ വാഷിംഗ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് എവിടെയാണ് നടക്കേണ്ടത് അന്വേഷിക്കണം. ഈ ക്രൈം കണ്ടെത്തണമെങ്കിൽ ആദ്യം ഈ പറയുന്ന ബ്രെയിൻ വാഷിംഗ് അന്വേഷിക്കണം. എവിടുന്നാണ് ഈ തരത്തിലുള്ള മനസ്സിനെ, ബുദ്ധിയെ അടിമയാക്കുന്ന പ്രവൃത്തി എവിടെ മുതൽ തുടങ്ങുന്നു എന്ന് അന്വേഷിക്കണം. മുക്കിന് അമ്പലവും പള്ളിയും കെട്ടിയിട്ടിട്ട് അവിടെ നടത്തുന്ന കാര്യങ്ങളെ പോലീസ് കാണുന്നില്ല, ഇതെല്ലാം മതമാണ്. തീർച്ചയായും ഞാൻ സമയക്കുറവുകൊണ്ട് വളരെ ഗൗരവമായ ആകുലതകളാണ് താങ്കൾ പങ്കുവെക്കുന്നത്. ഇവിടെ ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഏറ്റവും ചുരുക്കം വാക്കുകൾ ശ്രീ ഫാദർ പോൾ തേലക്കാട്ടിലേക്കും. ഇത് യഥാർത്ഥത്തിൽ ഒരു കണ്ണു തുറന്ന് സഭ ഇതിനോട് പ്രതികരിക്കേണ്ട ഒരു കാലത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? ഇനി അതിന് തൊടിന്യായങ്ങൾക്ക് ഇടമുണ്ടോ? ഇത് സഭയുടെ മാത്രം പ്രശ്നമല്ല, മതങ്ങൾ തന്നെയാണ് ഇപ്പോൾ പലതിനും സംരക്ഷണം കൊടുക്കുന്നത്. ഇത് ക്രൈസ്തവ മതത്തിലാണെങ്കിൽ മതം സംരക്ഷിക്കുന്നുള്ളത് കൊണ്ട് മതത്തിൽ പലർക്കും പേടിയാണ്. ഇത് ഹൈന്ദവ മതത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ഒരു പൂജാരി അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ച് തന്നെ ഒരു കുട്ടിയെ പീഡിപ്പിച്ച കഥ. അവസാനം ആ പൂജാരിയെ പിടിച്ചു. മണികണ്ഠൻ എന്ന് പറയുന്ന ആൾ പോലീസ് പിടിച്ചു. ആരും പുറത്തു അധികം വന്നില്ല. ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനെല്ലാം പരിരക്ഷ കൊടുക്കുന്നത് പലപ്പോഴും മതമാണ്. ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും ആ മതത്തിലുള്ള ആളുകൾ തന്നെ, നേരത്തെ പാർവതി പറഞ്ഞ പോലെ, ആ മതത്തിലുള്ള വിശ്വാസികൾ തന്നെ ആ മതത്തിൽ നടക്കുന്ന കള്ളനാണയങ്ങൾ ഒറ്റപ്പെടുത്താനും അങ്ങനെ ഒരു സാമൂഹ്യ ബോധം സൃഷ്ടിക്കാനും അത്തരം സംഘടിതമായ ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇത്തരം ദുഷ്ചെയ്തികളെ അവസാനിപ്പിക്കാൻ കഴിയൂ. ഫാദർ പോൾ തേലക്കാട്ട്, ഒരു ശുഭാപ്തി വിശ്വാസം പകരുന്ന ഒരു നല്ല വാചകം താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? ഇത്തരം കുറ്റവാളികൾക്ക് ഒരു സഹകരണവും ഒരു സ്ഥാനവും സഭയ്ക്കുള്ളിൽ ഉണ്ടാകില്ല, അങ്ങനെയെങ്കിലും? തീർച്ചയായിട്ടും ഇത് സഭ നിത്യമായി നവീകരിക്കപ്പെടുകയും അതിനകത്തുള്ള കീടങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ അതിശക്തമായി പറയുന്നത്. ഇവിടെ പാർവതിയും മറ്റെല്ലാവരും പറഞ്ഞത് വളരെ ശക്തമാണ്. സത്യസന്ധമായി ദൈവഭയത്തോടുകൂടി ജീവിക്കാനും അങ്ങനെ ജീവിക്കുന്നവർക്ക് ഇടം കൊടുക്കുകയും ചെയ്യുന്ന സഭയാണ് ഉണ്ടാകേണ്ടത്. മറിച്ചുണ്ടാകുമ്പോൾ അതിനെതിരായ നടപടികളും നവീകരണ നടപടികളും ശിക്ഷണ നടപടികളും അനുസ്യൂതമായ സഭയിൽ ഉണ്ടാകണം. അതുണ്ടായാൽ മാത്രമേ ഈ കാര്യങ്ങൾക്കൊക്കെ ഇത് പറയുമ്പോഴും റോബിൻ വടക്കുംചേരി എന്ന ആ പ്രതി തല കുനിക്കാതെയാണ്, ഒരു കുറ്റബോധവുമില്ലാതെയാണ് പോലീസിന്റെ കൂടെ ഇന്നലെ മുതൽ നടന്നു നീങ്ങുന്നത്. അയാൾ ബോൺ ക്രിമിനലാണ്. ഇയാളെങ്ങനെ വൈദികനായി എന്ന് പോലും എനിക്ക് അത്ഭുതം തോന്നുക. ഈ ബോൺ ക്രിമിനലിനെ 10 കൊല്ലം ഈ സെമിനാരിയിൽ എങ്ങനെ ഇരുന്ന് അയാൾ അത് കഴിഞ്ഞ് ഇത്രയും കൊല്ലമല്ല, 48 വയസ്സുണ്ട് അയാൾ. അപ്പോൾ ഇയാൾ വൈദികനായി കഴിഞ്ഞ് ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുകയല്ലേ മുഴുവൻ. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു? ഇത് വിശദമായ പഠനം വേണം. ഇപ്പോൾ അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. മാന്യമായ പോലീസ് സംഘമാണ്. ഒരാഴ്ച നോക്കാം. ഇയാളെ 600ഓളം പെൺകുട്ടികളെ കയറ്റി അയച്ചിരിക്കുന്നു പറഞ്ഞ് നിസ്സാരമല്ല. CBIക്ക് കൊടുക്കേണ്ടി വന്നേക്കാം. CBI കൊടുക്കണമെന്ന് പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഒരാഴ്ച നമുക്ക് നോക്കാം. ആ ഒരാഴ്ചക്കകം പോലീസിൻ്റെ നടപടി എങ്ങനെയെന്ന് നോക്കിയിട്ട് വേണ്ടി വന്ന കേരള പോലീസ് വളരെ ശക്തമായ പോലീസാണ്. അവർ ശരിയായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ CBIക്ക് കേസ് കൊടുക്കുന്നതിനെ പറ്റി ബഹുമാനപ്പെട്ട ഗവൺമെൻറ് തീരുമാനിക്കണം, ഇല്ല ഹൈക്കോടതി പോകേണ്ടി വരും. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ PC ജോർജ്, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഫാദർ പോൾ തേലക്കാട്ട്, അഡ്വക്കേറ്റ് ദേവദാസ്, ശ്രീമതി പാർവതി ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിനും വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക നിറഞ്ഞ വാർത്തയിൽ അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് തുറന്നു പറച്ചിലുകൾക്കും വിമർശനങ്ങൾക്കും തയ്യാറായതിന്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.